ക്രേസി ഫ്രീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പാക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ നമ്മുടെ മെറ്റീരിയൽ ബട്ടർ പേപ്പറിൽ സെറ്റ് ചെയ്തിട്ട് കവർ ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ക്രേസി ഫ്രീക്സിൻ്റെ സീലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ കൊറിയർ കവറിലേക്ക് വെക്കാം. നമുക്ക് ഈ ക്ലിപ്സ് കൂടി ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കൊറിയർ കവറിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. കാരണം കൊറിയർ കവറിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ സ്ലിപ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പശ പെട്ടെന്ന് ഇതാവും. പിന്നെ നമുക്ക് രണ്ടാമത് എടുക്കൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലിപ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്യാം. നമ്മുടെ പാക്കിംഗ് ബോക്സ് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ സീല് കൊടുക്കാം. എന്നിട്ട് ബോക്സ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ബോക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബോക്സ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഐറ്റംസ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ കവർ ചെയ്യാം. നമ്മളിത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കവർ ചെയ്യുന്ന സമയത്ത് കൂടണം, ഇതിനകത്ത് സീലൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അവർ ക്ലാസ്സിൽ പോയി, സമയം കിട്ടിയില്ല സെറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ചേട്ടനാണ് ഹെൽപ്പ് ചെയ്യണേ. നമ്മുടെ ബോക്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കൊറിയർ കവറിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓർഡർ സെറ്റ് ചെയ്ത് ഒരു കൊറിയർ കവറിൽ തന്നെ രണ്ടും കൂടി സെറ്റ് ചെയ്യുകയാണേ. ഞാൻ നേരത്തെ പറഞ്ഞതേ നമ്മുടെ ഈ ഒരു സ്ലിപ്പില്ലേ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പശ പെട്ടെന്ന് അവിടേക്ക് ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് ആക്കാൻ പറ്റില്ല. പിന്നെ അത് ഡാമേജ് ആവും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഈ കൊറിയർ കവറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പശ ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് സെറ്റാവില്ല എന്നുള്ളതാണ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത് എടുത്തിട്ട് ആക്കാൻ പറ്റില്ല, അത് പിന്നെ കീറിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പേര് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് കൊറിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിൻ ചെയ്തിട്ടില്ല, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.